ഹലോ, സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇൻറ്റെക്സ് അക്വ വിങ്ങിൻ്റെ ഡിസ്പ്ലേ ലൈറ്റ് കംപ്ലൈൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ വേറൊരു സൊല്യൂഷൻ പറയുന്നുണ്ട്. അത് ഇപ്പോൾ എല്ലാ ലൈറ്റ് കമ്പോണൻസും ഡാമേജ് ആണെങ്കിലും നമുക്കൊരു ചിപ്പ് ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു രീതിയാണ്. അതും ശ്രദ്ധിച്ച് നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഇതിൻ്റെ ലൈറ്റ് സെക്ഷൻ. ഇതിൽ ഒരു കോയിൽ ഇരിപ്പുണ്ട്, ഒരു കപ്ലർ ഇരിപ്പുണ്ട്, ഒരു ഡയോഡ് ഇരിപ്പുണ്ട്, 2 കപ്പാസിറ്റർ മുകളിലും താഴെയായിട്ട് ഇരിപ്പുണ്ട്. ആദ്യം നിങ്ങൾ ഈ കോയിലൊന്ന് മാറി നോക്കുക. എന്നിട്ട് ലൈറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ലൈറ്റ് വരുന്നില്ലെങ്കിൽ ഈ ഡയോഡൊന്ന് മാറി നോക്കുക. എന്നിട്ടും വരുന്നില്ലെന്നൊരു പിന്നെ ഈ 2 കമ്പോണൻസാണ്, 3 കമ്പോണൻസാണ്. അതിനകത്ത് ആകെ 5 കമ്പോണൻസേ ഉള്ളൂ. 5 കമ്പോണൻസ് മാറുക. പിന്നെ എന്നിട്ട് നിങ്ങൾക്ക് വോൾട്ടേജ് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഓണാക്കുന്ന സമയത്ത് ഈ കോയിലിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ എത്ര വോൾട്ടേജാണ് വരുന്നതെന്ന് നോക്കുക. ഒരു 16 വോൾട്ടേജ് അത്രയൊക്കെ വരണം ഓണാക്കുന്ന സമയത്ത്. അതായത് ലൈറ്റ് കത്തുന്ന സമയത്ത് അത്രയൊക്കെ വോൾട്ടേജ് വരണം, എന്നാലേ ഡിസ്പ്ലേ ലൈറ്റ് വർക്ക് ചെയ്യൂ. അപ്പോൾ അത്രയൊക്കെ വോൾട്ടേജ് വരുന്നുണ്ടെന്നൊരിയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പിന്നെ ഡിസ്പ്ലേയുടെ കണക്ടറിലേക്കുള്ള ലൈൻ വിരയിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഈ ലൈൻ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇവിടുന്ന് ഈ രണ്ടാമത്തെ കണക്ഷനിലേക്ക് ആണ് പോസിറ്റീവ് വോൾട്ടേജ് കയറുന്നത്. ആദ്യത്തെ കണക്ഷൻ നെഗറ്റീവ് ആണ്. ഈ സൈഡിൽ 2 സൈഡുണ്ട്, 2 സൈഡിലും കണക്ഷൻ ഉള്ളതാണ്. അപ്പോൾ ഈ സൈഡിൽ രണ്ടാമത്തെ കണക്ഷനിലേക്കാണ് ഈ കയറുന്നത് പോസിറ്റീവ് വോൾട്ടേജ്. അപ്പോൾ ഡിസ്പ്ലേ വരുന്നില്ലെന്നൊരിയിൽ നിങ്ങൾ പിന്നെ വേറെ ചെക്ക് ചെയ്യേണ്ടത്, പിന്നെ ഇത്രയും നോക്കിയിട്ട് ഇത് കണക്ഷൻ കണ്ടിന്യൂറ്റി ഓക്കെ ആണെന്നൊരു പിന്നെ ചെക്ക് ചെയ്യേണ്ടത് ഡിസ്പ്ലേ കണക്ടറാണ്. ഡിസ്പ്ലേ കണക്ടർ ഒന്ന് മാറി നോക്കുക. അതിന് മുന്നേ നിങ്ങൾ ഈ ഡിസ്പ്ലേയിൽ ഈ ലൈൻ വല്ലതും കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഡിസ്പ്ലേയുടെ ഇവിടെ ക്ലാവ് പിടിച്ച് പോയതാണോ എന്ന് നോക്കണം. ഇനിയിപ്പോൾ ഡിസ്പ്ലേയുടെ അങ്ങോട്ടുള്ള പ്രശ്നമാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇത്രയൊക്കെയാണ് ലൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ ഇത്രയും ചെയ്തിട്ടും ലൈറ്റിൻ്റെ പ്രോബ്ലം ശരിയാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ സർക്യൂട്ടൊന്നും വേണ്ട, ഈ സർക്യൂട്ട് വേണ്ട. ഇതിന് പകരമായിട്ട് വേറൊരു സർക്യൂട്ട് വാങ്ങിക്കാൻ കിട്ടും. മൈക്രോ ലൈറ്റ് IC ചിപ്പ് എന്ന് പറയുന്നൊരു സാധനമാണ്. അത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് അതിൻ്റെ ലിങ്ക് വരും. അതിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ കമ്പോണൻസിൻ്റെ ഒന്നും ഇത് വർക്കാണേലും വർക്കല്ലേലും ഉപയോഗമില്ല. ഇത് കംപ്ലൈൻ്റ് ആണെന്നൊരു ആ ചിപ്പ് ഉപയോഗിച്ചാൽ മതി. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ആ വീഡിയോ വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോയും കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരു പുതിയ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.